DNA എന്ന് പറയുന്ന അതിന്റെ ഘടന കണ്ടുപിടിച്ചിട്ടുള്ള ഫ്രാൻസിസ് ക്രിക്ക് പറയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: DNA കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരിക്കലും തനിയെ ഉണ്ടാവില്ല. നിരീശ്വരവാദികൾ പറയുന്നത് സൂര്യൻ എങ്ങനെ ഉണ്ടായി സർ? യാദൃശികമായി ഉണ്ടായി. ഭൂമി എങ്ങനെ ഉണ്ടായി സാർ? യാദൃശികമായി ഉണ്ടായി. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി സാർ? യാദൃശികമായി ഉണ്ടായി. എന്താണ് ഈ യാദൃശികം? ചക്ക ഇട്ടപ്പോൾ മുയലെത്തു, അത് യാദൃശികമാണ്. അത് എപ്പോഴും നടക്കൂല, അബദ്ധവശം നടക്കുന്നത്. ഇതിനാണ് യാദൃശികം എന്ന് പറയാ. ഇതിപ്പോ എല്ലാവരും യാദൃശികം എന്ന് പറഞ്ഞത് യാദൃശികം അല്ല എന്നല്ല അർത്ഥം, അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സൂര്യൻ ബിഗ് ബാങ് തൊട്ട് ഇന്ന് രാവിലെ ജനിച്ച കൊച്ചിന്റെ കാര്യം വരെ ചോദിച്ചാൽ പറയും യാദൃശികമാണ്. അപ്പൊ അതെങ്ങനെ യാദൃശികമാവുക? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം കറക്റ്റ് അല്ലേ? ചക്കയിട്ടപ്പോ മുയലെത്തു, അത് യാദൃശികമാണ്. അത് എപ്പോഴും നടക്കില്ലാത്തതുകൊണ്ട് നമ്മൾ യാദൃശികം എന്ന് പറയാ. ഇതെല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. DNA നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും DNA ഉണ്ട്. DNA-യിലാണ് നമ്മളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഭ്രൂണാവസ്ഥയിലായിരുന്നപ്പോ തൊട്ട് മരിക്കുന്നത് വരെ ഞാൻ എങ്ങനെ നടക്കണം, എന്റെ ശബ്ദം എന്തായിരിക്കണം, എനിക്ക് എത്ര മുടി വളരണം. എന്റെ ഇവിടെ മുടി വളരും, പക്ഷെ ഇവിടുത്തെ മുടി ഇങ്ങനെ വളരൂല. അതിന്റെ കാരണം എന്താ? അവിടെ കോശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇത്രേ വളരാവൂ എന്നുള്ളത്. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ശ്വാസം ഞാൻ എടുക്കുന്നുണ്ട്, ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എന്താണ്? ആ ശരീരത്തിലെ ജനിതക കലകളിൽ ഓരോന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യണമെന്ന് ഹാർട്ടിലെ കോശങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചിലർ പറയാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അടിമയെന്ന് വിളിച്ചു എന്ന്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, എനിക്കത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ അംഗീകരിക്കില്ല. നീ അംഗീകരിച്ചില്ലെങ്കിൽ നീ അടിമയാണ്. നിന്റെ ആയിരുന്നു ഹാർട്ടെങ്കിൽ നീ ഇപ്പൊ നിൽക്കാൻ പറയുമ്പോൾ ഇപ്പൊ നിൽക്കണം, നിൽക്കാൻ പറയുമ്പോൾ നിർത്തി കാണിക്കാൻ പറ്റും ആർക്കെങ്കിലും? ആർക്കും പറ്റൂല. അതിന്റെ അർത്ഥം നീ വെറും അടിമയാണ്.